നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചിരി കണ്ടെത്തുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ക്യാമറയിൽ പതിയാറുള്ളൂ. ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ചിരി മുഹൂർത്തങ്ങൾ കാണുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്ന സീരീസിന് വളരെ വലിയ സ്വീകാര്യത ലഭിച്ചതും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതേ സീരീസിലെ മറ്റൊരു വീഡിയോയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. പുഷപ്സ് എന്നത് സാധാരണയായി വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്തമായ രീതികളിൽ പുഷപ്സ് ചെയ്യുന്നവരെ നമുക്കറിയാം. 2 കൈ കൊണ്ടും 1 കൈ കൊണ്ടും എന്തിന് ഒരു വിരൽ കൊണ്ട് വരെ പുഷപ്സ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ 2 കൈയും ഉപയോഗിക്കാതെ പുഷപ്സ് എടുത്ത ഒരു മഹാനാണ് ഇത്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണല്ലോ കുടവയറ്. വയറ് കുറയ്ക്കുന്നതിനായി പല വഴികൾ നോക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇനി കാണാൻ പോകുന്ന വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായും വയറ് കുറയും. ട്രെഡ്മില്ലിൽ അഭ്യാസം കാണിക്കുന്ന അനവധി ആളുകളുണ്ട്. ട്രെഡ്മില്ലിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അത്തരത്തിലുള്ള ഒരു അഭ്യാസിയാണ് ഈ വ്യക്തി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഡാൻസ്. വിചിത്രമായിട്ടുള്ള വർക്കൗട്ടുകൾ നമ്മളിപ്പോൾ കണ്ടില്ലേ? മറ്റൊരു രസകരമായ വർക്കൗട്ടാണിത്. ഒരു പെൺകുട്ടിയെ വിളിച്ച് അടുത്ത് നിർത്തി തന്നെ ഇടിച്ചു വീഴ്ത്തുവാൻ പറഞ്ഞ് കയ്യിൽ ബോക്സിംഗ് ഗ്ലൗ കൊടുത്തതാണ് ഈ മസിൽ അളിയൻ. അങ്ങനെ ആ പെൺകുട്ടി ഇടിച്ചിടിച്ച് അവസാനം ഒരു ട്വിസ്റ്റോട് കൂടി മസിൽ അളിയനെ പൂർണ്ണമായി ഇടിച്ചു വീഴ്ത്തി. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് 2 തവണ ആലോചിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ വ്യക്തി. ലക്ഷ്യസ്ഥാനത്തേക്ക് 2 തവണ ഉന്നം നോക്കി ഒരൊറ്റ പഞ്ച്. ഈ പയ്യനാണെങ്കിൽ ആദ്യത്തെ ആളെ പോലെയല്ല. കയ്യിൽ പന്ത് കിട്ടിയിട്ട് രണ്ടാമതൊന്നും ചിന്തിക്കാനൊന്നും നിന്നില്ല. ഒരൊറ്റ ഏറ്. മരത്തിലൊരു എയിം സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ഇവിടെ ഒരാൾ. കുറേ തവണ ഷൂട്ട് ചെയ്തതിൽ എയിം സെറ്റ് ചെയ്തിരുന്ന മരത്തിൽ വെടിയുണ്ട കൊണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആളൊരു കേമനാണല്ലേ. പക്ഷെ അവസാനം സംഭവിച്ചതാണ് ഇവിടെ കോമഡി. വെടിയുണ്ട തറച്ച മരം അദ്ദേഹത്തിന് നേരെ ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇൻസ്റ്റന്റ് കർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നല്ല പൊക്കമുള്ളവരാണ് സാധാരണയായി ഇന്റർനാഷണൽ ലെവലിൽ ബാസ്കറ്റ്ബോൾ കളിക്കാറുള്ളത്. എന്ന് കരുതി പൊക്കം കുറഞ്ഞവർക്ക് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അങ്ങനെ ഒരു പെൺകുട്ടി ജമ്പ് ചെയ്ത് ബാസ്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിട്ടാണെങ്കിലും കാര്യം നടക്കണം. പക്ഷെ സംഭവിച്ചത് ഇതും. ഈ പെൺകുട്ടി ചെയ്തതുപോലെ അല്ലെങ്കിലും മറ്റു രസകരമായ രീതിയിൽ ബോൾ ബാസ്കറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊരു സ്കില്ലാണ് ബാസ്കറ്റിലേക്ക് നോക്കാതെ പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ബോൾ ബാസ്കറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണിത്. കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പുറം തിരിഞ്ഞു നിന്ന് ബോൾ ബാസ്കറ്റിലേക്ക് എറിഞ്ഞതാണ്. രസകരമായ ഒരു പ്രാങ്ക് വീഡിയോയാണിത്. ആദ്യം ഒരു മകൻ തൻ്റെ അമ്മയെ പ്രാങ്ക് ചെയ്യുകയാണ് ഇവിടെ. സംഭവം അമ്മയൊന്ന് പേടിച്ച് മകനെ ചീത്ത വിളിച്ചെങ്കിലും പിന്നീട് അച്ഛനെ പ്രാങ്ക് ചെയ്യാൻ അമ്മയും കൂട്ടുനിന്നു. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു പ്രാങ്ക് ആയിരുന്നു അമ്മയ്ക്ക് വേണ്ടി മകൻ ഒരുക്കി വെച്ചത്.
മറ്റൊരാൾ തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു പ്രാങ്ക് കൂടി നമുക്ക് കാണാം. Hey mom, I need to talk to you. Hey mom, I need to talk to you. Talk to you. ചോറിൽ കല്ല് കണ്ടിട്ടുണ്ട്, സോക്സിൽ ആദ്യമായിട്ടാ. തല മൊട്ടിയിടിച്ച് വെട്ടിലായ ഈ ചേട്ടനെ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല. അതുപോലെ വെട്ടിലായ ഒരു മലയാളി പയ്യനാണ് ഇത്. കഠിനമായ പ്രാക്ടീസിലാണ് പയ്യൻ. പക്ഷെ മൊട്ടത്തല കണ്ട കൂട്ടുകാരൻ ഇതുപോലെ പണി തരുമെന്ന് പാവം വിചാരിച്ചിട്ടുണ്ടാവില്ല. കടലോരങ്ങളിൽ നമ്മൾ കാണാറുള്ളതും ചെയ്യാറുള്ളതുമായ പല അഭ്യാസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭ്യാസം കാണിക്കുകയാണ് ഈ രണ്ട് കൂട്ടുകാർ. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂട്ടുകാർ എങ്ങനെയെല്ലാം പണി തരുമെന്ന് സൂക്ഷിക്കേണ്ട കാര്യമാണ്. Oh no! ചുറ്റും ഗേൾ ഫ്രണ്ട്സ്, അവരോടൊപ്പം നൈറ്റ് പാർട്ടീസ്. ഇദ്ദേഹത്തിന്റെ ജീവിതം ചില്ലോട് ചിൽ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള രസകരമായ കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവയ്ക്കുകയാണെങ്കിൽ വരുന്ന വീഡിയോകളിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. Did you get it?